ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ജയൻ പറയുന്നുണ്ട്, ഇത് നമ്മൾ കേസാക്കേണ്ടതാണ്. പക്ഷേ ഇവൻ്റെ സ്വഭാവം വെച്ച് ഇവന് ഭഗവാൻ കൊടുത്ത പരീക്ഷണമായിട്ട് അങ്ങ് കരുതിയാൽ മതി. പോലീസിൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്ന് ഇവനുള്ള ശിക്ഷ കൊടുത്തിട്ട് പോയെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോഴത്തേന് നാഭി പറയുന്നുണ്ട്, എൻ്റെ ഫോണും ബാഗും പേഴ്സും എല്ലാം പോയല്ലോ, അതൊക്കെ ഇനി എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന്. എന്തായാലും നിൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, വാ കയറെന്ന് പറഞ്ഞ് എല്ലാവരും അഭിയം വിളിച്ച് വണ്ടിയെ കയറുകയാണ്. അനന്തപുരിയിൽ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, വ്രതം നോറ്റിയിട്ട് മുഴുവൻ തെറ്റിച്ചിട്ട് പോയത് കാരണമല്ലേ അഭിക്ക് മാത്രം മല കയറാൻ പറ്റാതിരുന്നതെന്ന്. അന്നേരത്തേന് ജലജ പറയും, അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലൊരാൾ മാലയിട്ടാൽ ആ വീട്ടിലുള്ള സ്ത്രീകളുടെ അതനുസരിച്ച് ജീവിക്കണം, കള്ളങ്ങളൊന്നും പറയാതെ ജീവിക്കണം എന്നൊക്കെ പറയും. അന്നേരത്തേന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ സ്ത്രീകളെന്ന് ഉദ്ദേശിക്കുന്നത് നീയും അതിനകത്ത് ഉൾപ്പെടത്തില്ലെന്ന് ചോദിക്കും. നീ ഒട്ടും മോശമല്ലല്ലോ, അപ്പം പിന്നെ എങ്ങനെയാണ് നിൻ്റെ സ്വഭാവത്തിനനുസരിച്ചല്ലേ നിൻ്റെ മകൻ പെരുമാറത്തുള്ളൂ, അതുകൊണ്ടാണ് നിൻ്റെ മോന് മാത്രം മല ചവിട്ടാൻ പറ്റാതിരുന്നതെന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ശരിയാ, നീയല്ലേ പറഞ്ഞത് അഭി മാല ഇടുന്നത് എനിക്ക് വേണ്ടിയാണെന്നും മല ചവിട്ടുന്നത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്നും പിന്നെ എനിക്ക് വേണ്ടി അവൻ ശയനപ്രദക്ഷിണം നടത്തിയെന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വ്രതം നോക്കിയവനായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും കയറിയ പോലെ തന്നെ അവന് ഭഗവാന്റെ ദർശനം കിട്ടിയിട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അവന് കയറാൻ പറ്റാതിരുന്നെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ജലജ അങ്ങ് അടി കൊണ്ടുപോലായി പോകും. പിന്നെ ജലജ ഒന്നും മിണ്ടത്തില്ല. ആ സമയത്താണ് മലയ്ക്ക് പോയവർ കയറി വരുന്നത്. അഭിയാണെങ്കിൽ ഒത്തിയാണ് കയറി വരുന്നത്. അന്നേരത്തേന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ പരീക്ഷിക്കാൻ പോയതായിരുന്നല്ലേ, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫലം കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അഭി അങ്ങ് ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കും. നിന്നെക്കൊണ്ട് വ്രതം ഒന്നും നോക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞതായിരുന്നു, പക്ഷേ എന്നിട്ടും നീ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടിയെന്ന് ജയനും പറയും. എന്തായാലും നിന്നോട് ഒരിക്കൽ എടുക്കാൻ പറഞ്ഞത് ഞാനാണ്, അത് നീ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് ആ സമയത്ത് നീ പോയി കാണിച്ചതൊക്കെ ഞങ്ങൾ കണ്ടു, അത് നവ്യ മോള് ഞങ്ങളോട് പറഞ്ഞെന്ന് പറയും. അപ്പോഴത്തേന് അഭി നവ്യക്കിട്ടൊരു നോട്ടമുണ്ട്. അപ്പോൾ നവ്യ പറയും, എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഈ വീട്ടിൽ ഉള്ളവരെല്ലാം ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അന്നേരത്തേന് ജലജയ്ക്കും നവ്യയുടെ സ്വഭാവമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി പറയും, എല്ലാവരും വന്ന കാലം നിൽക്കാതെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ വരാൻ പറയും. അപ്പോൾ ആദർശ് പറയും, എനിക്ക് കുളി കഴിഞ്ഞിട്ട് ഒരിടം വരെ പോകാനുണ്ടെന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൻ്റെ പെണ്ണുമ്പിള്ളെ കാണാൻ പോകാനായിരിക്കും, ഭാര്യ വീട്ടിലോട്ട് ഓടാൻ അവന് ധൃതി എന്ന് പറയും. അന്നേരത്തേനും മുത്തശ്ശൻ പറയും, അതിനെന്താ, അവൻ്റെ ഭാര്യയെ പോയി കണ്ടാൽ അവൻ മല കയറാൻ പോയത് തന്നെ അവൻ്റെ അമ്മയുടെ ആയുസ്സിനു വേണ്ടിയും ആരോഗ്യത്തിനു വേണ്ടി മാത്രമല്ല അവൻ്റെ ഭാര്യയുടെ ആരോഗ്യത്തിനു വേണ്ടിയും കൂടെ ആണെന്ന് പറയും. അപ്പോഴത്തേന് ജാനകി ചോദിക്കുന്നുണ്ട്, അവക്കെന്നെ ഇതിന് മാത്രം ആരോഗ്യ പ്രശ്നങ്ങളെന്ന്. അപ്പോഴത്തേന് ജയനും ആദർശനും ഒക്കെ ഒരു ടെൻഷൻ ആകുന്നുണ്ട്. അപ്പോൾ അജയൻ പറയും, അതിന് പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, സ്വന്തം ഭാര്യയുടെ ആരോഗ്യത്തിന് വേണ്ടി മല ചവിട്ടുന്നത് ഭർത്താവിന് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ദേവയാനി പറയും, ഞാൻ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു, അപ്പോൾ അവൾക്ക് എന്തോ വയ്യാഴികയുള്ളതുപോലെ തോന്നി, അവളെ അവിടെ അമ്മ പിടിച്ചുകൊണ്ട് വരികയായിരുന്നെന്ന് പറയും. ഉടനെ ജലജ കയറി പറയും, അതിന് ഇവളുമാർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവളുമാർക്ക് ആകെയുള്ള പ്രശ്നങ്ങൾ തലയ്ക്കാന്ന്. അന്നേരത്തേന് നവ്യ പറയും, എനിക്കും എൻ്റെ അനീതിക്കൊക്കെ തലയ്ക്ക് അസുഖം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഇതുപോലെ തന്നെ ഇപ്പം അമ്മയും മോനും നിൽക്കത്തില്ലായിരുന്നെന്ന് പറയും. അന്നേരത്തേന് മുത്തശ്ശൻ പറയും, മോളെ ഇവളുമായിട്ട് തർക്കിച്ച് നിൽക്കാതെ നീ ഞൊണ്ടി വന്നവനെ അകത്തോട്ട് കൊണ്ടുപോകാൻ പറയും. അപ്പോഴത്തേനും അവിയെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് അങ്ങ് പോകുന്നുണ്ട്. മുത്തശ്ശൻ ഉടനെ പറയും, ഉരുളയ്ക്കുപ്പേരി പോലെ നിൻ്റെ മരുമോൾ നിനക്ക് മറുപടി തരുന്നുണ്ട്, എന്നാൽ ദേവയാനിയുടെ മരുമോൾ ഒരിക്കൽ പോലും ദേവയാനിക്കെതിരെ എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ, എന്നിട്ടും നീ അവളെ തിരിച്ചറിയുന്നില്ലല്ലോ ദേവയാനി എന്ന് പറയും. അപ്പം ദേവയാനി പറയും, എൻ്റെ നേരെ അവൾ ഒരിക്കൽ മാത്രമേ പറയത്തുള്ളൂ, പിന്നീട് പറയാൻ അവളെ കാണില്ല എന്നൊക്കെ പറയും. നിനക്ക് നിൻ്റെ മരുമോളെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അവൾ നിനക്ക് വേണ്ടി ജീവൻ തരാനും റെഡിയായിട്ട് നിൽക്കുന്ന മരുമോളാ, അത് നീ എന്തെങ്കിലും മനസ്സിലാക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശനും അകത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട്, നമിക മോൾ വിളിച്ചായിരുന്നോ മോനെന്ന്? പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ, എന്നെ മാത്രമല്ല ഭഗവാനെയും വിളിച്ചായിരുന്നു, ഞാൻ അവിടെ സന്നിധാനത്ത് ചെന്ന് തൊഴുതോണ്ട് നിന്നപ്പം ഭഗവാൻ എന്നോട് പറഞ്ഞായിരുന്നു നിൻ്റെ ഭാര്യയെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരെല്ലാവരുടെ അകത്തോട്ട് കയറി അങ്ങ് പോകും. അപ്പം ജലജ ദേവയാനിയോടും ജാനകിയോടുമായിട്ട് പറയുന്നുണ്ട്, ആദർശിൻ്റെ സ്വഭാവം കണ്ടില്ലേ, അവന് മല കയറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഉടനെ തന്നെ അവൻ്റെ ഭാര്യയെ കാണാൻ പോകണമെന്ന് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഒന്ന് ചൂട് പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ദേവയാനി ഈ ലോകത്തേ അല്ലെന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. അന്നേരം ഏട്ടത്തി ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്ന് ചോദിക്കും. ഞാൻ എന്ത് പറയാനാ, അവൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാനാ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് കയറിപ്പോകുന്നുണ്ട്. നവിയോട് നവ്യ പറയുന്നുണ്ട്, നീ വ്രതം തെറ്റിച്ച് പോയ കാരണമാണ് നിനക്ക് മല
ചവിട്ടാൻ പറ്റാതിരുന്നതെന്ന് പറയുമ്പോഴത്തേന് നവ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട് അഭി. പിന്നെ ഞാൻ മാക്സിമം നോക്കിയിട്ടൊക്കെ അല്ലേ പോയെന്ന് പറയും. എന്നിട്ടാണോ നിനക്ക് അവിടെ ചെന്നിട്ട് അവിടെ തന്നെ താഴെ ഇരിക്കേണ്ടി വന്നത്? ബാക്കിയുള്ളവരെല്ലാവരും നന്നായിട്ട് മല കയറി തൊഴുതിട്ടല്ലേ വന്നെന്ന് ചോദിക്കും. ഞാൻ എന്തെല്ലാം ദുരിതം അനുഭവിച്ചെന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. ആ കാട്ടിനകത്തൂടെ ഞാൻ വിജനമായ കാട്ടിൽക്കൂടെ, ആനയൊക്കെ ഉള്ള കാട്ടിൽക്കൂടെ വന്നത്. പിന്നെ എനിക്ക് ഫുഡ് കിട്ടിയില്ല, പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നു, അവരെന്നെ ഒരുപാട് തല്ലി എന്നൊക്കെ പറയും. നീ ഇങ്ങനെ നോയമ്പ് തെറ്റിച്ച് പോയ കാരണമല്ലേ എന്ന് പറയും. അന്നേരം പറയും, അങ്ങനെയൊക്കെ വന്നാലും ഇങ്ങനെയൊക്കെ കിട്ടുമോ ഫലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ല, എന്തായാലും നീ ഇങ്ങനെ രക്ഷപ്പെട്ട് പോന്നല്ലോ, നിന്നെ പുലി പിടിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യമെന്ന് പറയും. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ മല ചവിട്ടിയിട്ട് വന്ന ആദർശേട്ടൻ്റെ അമ്മ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കും. അവരിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോഴത്തേന് മാറ്റങ്ങളൊക്കെ കാണാമെന്ന് നവിയും പറയും. നീ ശരിക്കും ഭക്തിയോടെ ഭഗവാനെ വിളിച്ചിട്ടല്ലേ പോന്നെന്ന് ചോദിക്കും. അതെ, ഞാൻ അടുത്ത വർഷം വ്രതം എടുത്തു തന്നെ വന്നേക്കാമെന്ന് നേർന്നിട്ടാ പോയെന്ന് പറയും. എന്തായാലും ചുമ്മാ പറഞ്ഞിട്ട് പോരരുത്, പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യണം, അല്ല ഇതുപോലൊക്കെ ഫലം കിട്ടുമെന്ന് പറയും. നിനക്ക് വല്ലതും കുടിക്കാനോ വല്ലതും വേണമെന്ന് ചോദിക്കും. പറയും, ഇല്ല, ഇന്നലെയാണ് കൊതുകടി കാരണം ഉറങ്ങാനേ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോഴത്തേന് നവി അങ്ങ് പോകും. അന്നേരം അഭി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഭഗവാനെ, ഇവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഞാൻ വ്രതം എടുത്ത് വരാമെന്ന് പറഞ്ഞത്. അവസാനം എനിക്ക് എന്നെ ഭഗവാനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആദർശ പ്രസാദമൊക്കെ ആയിട്ട് നയനയെ കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പം നയന അമ്മയച്ചാ അതേ ആദർശേട്ടൻ വന്നെന്ന് പറയുമ്പം കനകയും ഗോവിന്ദനും ഇറങ്ങി വരുന്നുണ്ട്. മോനെ, നന്നായി ദർശനമൊക്കെ കിട്ടിയോ, അങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയാം, അഭിക്ക് ഉണ്ടായ പ്രശ്നം ഒഴിച്ചാൽ ബാക്കി എല്ലാം നന്നായിട്ട് പോയി, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയും. അപ്പം ഗോവിന്ദനൊരു ടെൻഷനുണ്ട്, ആദർശിനി നയനെ വിളിക്കാൻ വന്നതാണോ എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയും, മോനെ, എന്തായാലും മോൻ വന്നതല്ലേ ഉള്ളൂ, നയനമോൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പം കനകയും പറയും, മോൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്ന് എല്ലാം ശരിയായിട്ട് പോന്നാൽ മതി എന്നാ തീരുമാനം എന്ന് പറയും. അപ്പം നയനയും പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഇനിയിപ്പം പെട്ടെന്ന് അങ്ങോട്ട് വന്നാൽ ശരിയാകില്ല, അവിടെ എല്ലാവർക്കും അല്ലേ തന്നെ പ്രോബ്ലം അല്ലേ, അമ്മയ്ക്കും ഒക്കെ ഞാൻ ചെല്ലുന്നത് കൊണ്ട് പ്രോബ്ലം ആകുകൊണ്ട് ഞാൻ ഇപ്പം വരുന്നില്ല ആദർശേട്ടെന്ന് പറയും. ആദർശിനെയും വിളിച്ചുകൊണ്ട് നയന അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ പറയും, ആദർശ് മോൻ നയനമോളെ കൊണ്ടുവന്നാലും നയനമോളെ ആദർശിൻ്റെ അമ്മ സ്നേഹിക്കുമോ എന്നറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. എന്ത് സ്നേഹം, കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് പോലും മോളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് മോളെ അങ്ങോട്ട് വിടുന്നതിനോട് എനിക്കും താല്പര്യമില്ലെന്ന് കനകയും പറയും. മുറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, മാലയിട്ടു, മലയ്ക്കും പോയി, മകരവിളക്കം കഴിഞ്ഞു, ഇനി ഞാൻ ഫ്രീ ആയി, ഇനി എൻ്റെ ഭാര്യയെ എനിക്ക് ധൈര്യത്തോടെ കെട്ടിപ്പിടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ആദർശ് നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് പറയും, അയ്യോ നിനക്ക് വയ്യാതിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് നയനയെ മാറ്റും. അപ്പം നയന പറയും, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആദർശേട്ടാ, ഞാൻ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് പറയും. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയന പറയും, ഇതും ആദർശേട്ടൻ മേടിച്ച് തന്ന വീടല്ലേ, അപ്പോൾ ഇതും ആദർശേട്ടൻ്റെ വീടാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ താമസിച്ചോളാം, ആദർശേട്ടൻ എപ്പോൾ എന്നെ കാണാൻ തോന്നിയാലും ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അവിടെ വന്നാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, അത് തന്നെയല്ല അനാമിക വന്നു കഴിഞ്ഞാൽ പിന്നെ അനാമികയ്ക്ക് എന്നോടിപ്പം ഉള്ള ദേഷ്യം ഒന്നുകൂടെ കൂടി കാണും, നന്ദു അതുപോലല്ലേ അവളെ എടുത്തിട്ട് അടിച്ചെന്ന് ചോദിക്കും. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, ഞാനാണ് ആ സ്ഥാനത്തെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ചെന്നിട്ട് അവളുടെ അച്ഛനെ എടുത്തിട്ട് 2 കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതുപോലെ മക്കളെ വഴി പഴിച്ച് വളർത്തിയതിന് പിന്നെ അനിയുടെ ജീവിതം തകരുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനതെല്ലാം അടക്കി മനസ്സിൽ വെച്ചിരുന്നതെന്ന് പറയും. എന്തായാലും നീ എന്നാൽ ഇവിടെ തന്നെ നിൽക്കുക, നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴും ഞാൻ ഇവിടോട്ട് ഓടി വന്നോളാം എന്ന് പറഞ്ഞ് ആദർശ് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ വേണു പറഞ്ഞു വിട്ട ഗുണ്ടകൾ വളയുന്നതാണ്. നന്ദു ആദ്യമൊക്കെ അടിച്ചു നിൽക്കുന്നുണ്ട് ഗുണ്ടകളോട്, പക്ഷേ പുറകിൽ നിന്ന് വരുന്ന ഒരു ഗുണ്ട നന്ദുവിൻ്റെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അവരുടനെ നന്ദുവിനെ എടുത്ത് അവരുടെ വണ്ടിക്കകത്തിട്ടുകൊണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന ഇരുന്ന് ആലോചിക്കുന്നതാണ്. ആദർശ് നയനയും കൂടെ വൈകിട്ട് ബൈക്കിൽ ഇങ്ങനെ കറങ്ങാൻ പോയതൊക്കെ ഇങ്ങനെ ഓർത്ത് സന്തോഷിച്ച് ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വിളിക്കുന്നത്. എന്താ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ, നീ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ, ഞാനിങ്ങനെ
ഇങ്ങനെ ആദർശേട്ടനെ ഓർത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നൊക്കെ പറയും. നീ ആഹാരം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആദർശ് നയനയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നത് ദേവയാനി നിന്ന് കേൾക്കുന്നുണ്ട്. ആദർശ് പറയും, എന്താ ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരോ, ചെറിയ എക്സസൈസൊക്കെ ചെയ്യണം കേട്ടോ എന്ന്. ഞാൻ ചെറിയ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. എന്നാലും കൂടുതലൊന്നും നടക്കുകയൊന്നും വേണ്ട, വീടിനകത്തൂടെയും വീടിന് ചുറ്റുമൊക്കെ നടന്നാൽ മതി, പുറത്തൊന്നും പോകണ്ട കേട്ടോ, നന്നായിട്ട് ഫുഡ് കഴിക്കണം, നല്ല ആരോഗ്യം നോക്കണം എന്നൊക്കെ പറയും. ഉടനെ നയന പറയും, ഇത് എന്നോട് മാത്രം പറഞ്ഞാൽ പോരാ, അമ്മയോടും പറയണം, കരൾ കൊടുത്ത ആൾക്കല്ല കരൾ മേടിച്ച ആൾക്കാണ് കൂടുതലും ശ്രദ്ധ വേണ്ടെന്നൊക്കെ പറയും. എനിക്ക് നീയും അമ്മയും ഒരുപോലെ ഉള്ളൂ, എനിക്ക് രണ്ടുപേരെയും വേണം എന്നൊക്കെ ആദർശ് പറയുന്നതൊക്കെ ദേവയാനി ഇങ്ങനെ കേട്ടുകൊണ്ട് പുറകെ നിൽപ്പുണ്ട്. അപ്പം ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, അവൾക്ക് എന്തോ കാര്യമായ അസുഖം ഉണ്ടല്ലോ, എന്താണെന്ന് ആരും ഒന്നും പറയുന്നുമില്ലല്ലോ എന്ന്. കനക ഗോവിന്ദനോടും നയനോടുമായിട്ട് പറയുന്നുണ്ട്, നന്ദൂട്ടൻ ഇതുവരെ വന്നില്ലല്ലോ, ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോൾ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷേ ഇതുവരെ വന്നില്ലല്ലോ, ഇപ്പം തന്നെ സമയം ഇത്ര ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ഗോവിന്ദൻ പറയും, ഇപ്പം തന്നെ വരുമായിരിക്കും, മോളങ്ങനെ ദൂരോട്ടൊന്നും പോകത്തില്ലല്ലോ, നേരത്തെ ഒരു ഗുണ്ടാക്രമണമൊക്കെ ഉണ്ടായതാ, അതുകൊണ്ട് ഇനിയിപ്പോൾ അതുപോലെ വല്ലതും ഉണ്ടായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കനക പറയും, കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയെന്ന് പറയും. അന്നേരം നയന പറയും, ഞാൻ അവിടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു നോക്കി, അവരുടെ അടുത്തും ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞ്, ഇവളുടെ ഫോണും കിട്ടുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ ഇവരിന്ന് സംസാരിക്കുമ്പോൾ നന്ദുവിനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.